നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ രാത്രി വന്നപ്പോഴും ലച്ചുമോളെ കണ്ടില്ല. രണ്ടാളുവേ പാല് കുടിച്ചിട്ട് വീണ്ടും കിടന്ന് നല്ല ഉറക്ക. പിന്നെ വിച്ചുമോനും ഉണ്ടല്ലോ ഇവിടെ. ആ, ഇന്ദ്രനും അനുവും വന്നതും മോനെ ഇവിടെ നിർത്തിപ്പോയതും നീ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ. ആ ചേച്ചി ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ഏയ് ഇപ്പൊ വേണ്ട, രാവിലെ ഒരു ചായ കുടിച്ചു, തൽക്കാലം അത് മതി. ആ രഘുവേട്ടൻ രാവിലെ കമ്പനിയിലേക്ക് പോയി കാണുമല്ലോ. ഒരു സമാധാനം ഇല്ലാത്ത പോക്കാ ചീരു. ആ അതിന്റെ കാര്യത്തിനൊരു തീരുമാനമാകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി സ്വസ്ഥത ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അച്ഛൻ പിന്നീട് വല്ലതും അതേക്കുറിച്ച് പറഞ്ഞോ? ഇല്ല ചേച്ചി, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ രാവിലെ അമ്പലത്തിൽ പോയിരിക്കുക, അതുവഴി ചിലപ്പം പഞ്ചരത്നത്തിലേക്കും പോവും. അച്ഛൻ ഞങ്ങൾക്ക് പിടിതരാതെ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. സമാധാനത്തിൽ അച്ഛനെ ഒന്ന് കണ്ട് കരഞ്ഞ് കാല് പിടിക്കാന്ന് വെച്ചാ അതിനുള്ള അവസരം പോലും അച്ഛൻ തരുന്നില്ലല്ലോ ചീരു. ചേച്ചി, രഘുവേട്ടൻ വന്നില്ലേ? ഇല്ല മോളെ, രഘുവേട്ടൻ കമ്പനിയിലേക്ക് പോയി. നീ ഇന്ന് കോളേജിൽ പോയിട്ട് തിരിച്ചു വരുവോ അതോ ഹോസ്റ്റലിൽ നിൽക്കുവോ? കുറച്ചു ദിവസം ഞാൻ വീട്ടിൽ വന്ന് പോവാന്ന് വിചാരിച്ചിരിക്കുക. ഹോസ്റ്റലിലെ മെസ്സ് തൽക്കാലത്തേക്ക് അടച്ചിരിക്കുക. ഫുഡ് സേഫ്റ്റിക്കാരെ അടുപ്പിച്ചതാണെന്നും കേൾക്കുന്നുണ്ട്. ഈയിടക്ക് കുറച്ചു കുട്ടികൾക്ക് ഫുഡ് പോയ്സൺ വന്നായിരുന്നു. അയ്യോ എടി, എങ്കിൽ നീ അവിടെ നിന്നൊന്നും കഴിക്കല്ലേ കേട്ടോ. ഞാൻ ഇവളോട് പറഞ്ഞത് ചേച്ചി, ഇനിയിപ്പോ ഹോസ്റ്റലൊക്കെ ഒഴിവാക്കി ഇവിടെ വന്ന് നിൽക്കാൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇപ്പൊ പോയില്ലെങ്കിൽ ബസ് കിട്ടില്ല. എടി മഞ്ചാടി, ദേ ഇത്രയും സൗകര്യമുള്ള ഒരു വീട് ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാടി വെറുതെ ഹോസ്റ്റലിലേക്ക് പോകുന്നേ? ഇങ്ങോട്ടേക്ക് മാറായിരുന്നു, പക്ഷെ അനുചേച്ചി പോയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഇവിടെ സ്ഥിരമായ ആരെങ്കിലും കാണുമോ? ചീരു ചേച്ചിക്ക് ഡെലിവറി ടൈമും എടുത്തില്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ആളുണ്ടാവും മഞ്ചാടി. നോക്കാൻ ചേച്ചി. അതെ, ഇനി എല്ലാവരും ഓരോ വഴിക്ക് പോയാലും ഈ ഭാനു അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. അതുപോരെ നിനക്ക്? ഹോസ്റ്റൽ ഇനി വേണ്ട മോളെ. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന സുഖവും സുരക്ഷിതത്വവും വേറെ എങ്ങും കിട്ടില്ല. ശരി ഭാനുമ്മ. അയ്യോ, ബസ്സിന് ടൈമായി. ഇപ്പൊ ഞാൻ പോട്ടെ. അമ്മളി ചേച്ചി, പോയിട്ട് വരാം. മക്കൾ ഇതുവരെ എഴുന്നേറ്റില്ലേ ചീരു? അമ്പലത്തിലെ പ്രസാദം കൊടുക്കാനായിരുന്നു. ഭാനമ്മ ഇത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ചോ, അവരെഴുന്നേക്കുമ്പോ കൊടുക്കാം. ആ ശരി. വായിച്ചേ. മഞ്ചാടിയല്ലേ അത്? അവളെ കാണുമ്പോ എന്തോ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചിരുന്നു. ഗോകുല് ജയിലിൽ നിന്ന് വന്ന അവനെ കൊണ്ട് ഉടനെ ഒരു കല്യാണം കഴിപ്പിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഇപ്പൊ തന്നെ ഗോകുലിനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ മാഷ് അവനോട് സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നെ. അത് തന്നെ. ആനന്ദ മാഷ് തൽക്കാലം ഒരു തലോടൽ കൊടുക്കാൻ ഇത് മതി. മഞ്ചാടി, ആന്റിയോ എവിടെ പോവാ? എവിടെയും പോവല്ല മോളെ, ഞാനേ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാ. നിന്നെ കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആന്റി ഏത് വഴിയാ വന്ന്? ഞാൻ കണ്ടേയില്ല. അത് നീ നല്ല അടക്കോ ഒതുക്കോ ഒക്കെ ഉള്ള കുട്ടിയായതുകൊണ്ടാ. നീ ആരുടെയും വായി നോക്കാതെ നിന്റെ മാത്രം ലോകത്തിലല്ലേ നടക്കുന്നേ. അല്ല മഞ്ചാടി, അനുപമ ഇന്ദ്രനോട് അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയ പോലും ഇല്ലല്ലോ. അനുശേഷി ഇന്ദ്രനും വീട്ടിൽ വന്നായിരുന്നല്ലോ ആന്റി. അതാ. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങോട്ട് വരാം. നീ ഇനി എപ്പോ വരാൻ? കോളേജിൽ പോയി തുടങ്ങിയ നീ പിന്നെ ഹോസ്റ്റലല്ലേ താമസം? അനുചേച്ചി അങ്ങോട്ട് വന്നേ പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ആന്റി കോളേജിൽ പോകുന്നേ. ആണോ? ചിലപ്പോ ഞാൻ ഹോസ്റ്റലിൽ വിട്ടേക്കും. അയ്യോ, അതെന്ത് പറ്റി? വീട്ടിലിപ്പോ ചീരു മാത്രമാണല്ലോ അല്ലേ? അല്ല, അമ്പിളിക്കും രഘുവിനും വേണമെങ്കിൽ അവിടെ വന്ന് താമസിക്കാമല്ലോ.
അങ്ങനെ ആലോചിക്കുന്നുണ്ട്. ആ ഞാൻ ഹോസ്റ്റൽ വേണ്ടാന്ന് വെക്കുന്നത് വീട്ടിൽ ആളില്ലാത്തോണ്ടൊന്നല്ല. പിന്നെന്ത് പറ്റി? ഞാൻ ആർക്ക് വേണ്ടിയാണ് എന്റെ വീട്ടുകാരെ ഉപേക്ഷിച്ചത്? അവൻ എന്നെ ചതിക്കുവാന്ന് ഇപ്പൊ എനിക്കും തോന്നി തുടങ്ങി. അയ്യോ, ആര്? ജീവൻ രാജോ? അതെ, പോലീസിൽ നിന്ന് അവനെ കുറിച്ച് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ അങ്ങനെയുള്ളത് ആന്റി. ജീവൻ രാജ് ഏതോ മയക്കുമരുന്ന് സംഘത്തിന്റെ കണ്ണിയാണെന്നൊക്കെയാ പറയപ്പെടുന്നത്. അയ്യോ, ഇതൊക്കെ മോളോട് പോലീസ് നേരിട്ട് പറഞ്ഞതാണോ? അതോ പോലീസിന്റെ കണ്ടെത്തലായി വേറെ ആരെങ്കിലും മോളെ അറിയിച്ചതോ? CI സർ എന്നോട് നേരിട്ട് തന്നെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജീവൻ രാജിന്റെ പഴയ ഫ്രണ്ട്സിനോട് അന്വേഷിച്ചെന്ന് അത്ര നല്ല റിസൾട്ട് ഒന്നല്ല അവനെ കുറിച്ച് കിട്ടിയത്. ആണോ? ഓ, അപ്പോ മോക്ക് ജീവൻ രാജിനെ മനസ്സിലായി തുടങ്ങിയതുകൊണ്ടായിരിക്കും മോളുടെ അച്ഛനെ ജയിലിൽ പോയി ഗോകുലിനോട് ജാമ്യത്തിൽ ഇറങ്ങാൻ പറഞ്ഞത് അല്ലേ? അച്ഛൻ ജയിലിൽ പോയി ഗോകുലിനെ കണ്ടെന്നോ? ആ അതെ. മോൾ അറിഞ്ഞില്ലേ? എന്നോട് പറഞ്ഞത് ഗോകുലിന്റെ അമ്മ തന്നെയാ. അല്ല, അവൻ ജാമ്യത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അവൻ അങ്ങനെ ചെയ്തതേ നിന്നെ കിട്ടാത്തതിന്റെ വിഷമത്തിലാന്നാ ഞാൻ അറിഞ്ഞത്. നിന്നെ കല്യാണം കഴിക്കണമെന്ന് ഗോകുൽ അത്രയ്ക്കും ആഗ്രഹിച്ചതായിരുന്നല്ലോ. എന്തായാലും അനന്തം മാഷ് പോയി സംസാരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ ഗോകുല് ജാമ്യത്തിലിറങ്ങി. അതോടെ ആ കുടുംബത്തിന് സന്തോഷവും തിരിച്ചു കിട്ടി. അച്ഛനാണ് ഗോകുലിനെ ജയിലിൽ നിന്ന് ഇറക്കാൻ മുൻകൈ എടുത്തതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആന്റി. ആ അച്ഛന്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കണക്കുകൂട്ടല് കാണും. നിനക്കൊരു നല്ല ഭാവി ഉണ്ടാക്കി തരേണ്ടത് അച്ഛന്റെ കടമയല്ലേ മോളെ? എന്തായാലും സ്വന്തം മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ അനന്തമാഷ് കാണിക്കുന്ന ആത്മാർത്ഥത സമ്മതിച്ചേ പറ്റൂ. അല്ല, ഡിവോഴ്സ് ആവാൻ തീരുമാനിച്ച ഇന്ദ്രനും ഇപ്പൊ ഒന്നായില്ലേ? അതും അനന്തമാഷിന്റെ പ്രാർത്ഥന കൊണ്ടാണെന്നേ ഞാൻ പറയൂ. ഈശ്വര. മഞ്ചാരിയുടെ ബസ് വരാൻ ടൈമായി അല്ലേ? എന്നാ മോള് പോയിക്കോ. ചെല്. മഞ്ചാടി, അതെ, ജീവൻ രാജന്റെ കാര്യത്തിലെ കൃത്യമായൊരു വിവരം കിട്ടാതെ മോള് മറ്റൊരു തീരുമാനം എടുക്കണ്ട കേട്ടോ. അല്ല, ചിലപ്പോ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കലാണെങ്കിലോ? അല്ല, ഒന്നുമല്ലെങ്കിലും മോള് മനസ്സ് കൊടുത്ത് സ്നേഹിച്ച ആളല്ലേ ജീവൻ രാജ്. അവനെ കുറിച്ച് ആരെന്തു പറഞ്ഞാലും അവൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കേണ്ടതേ മോളുടെ കടമയാ. അത് ഉറപ്പാ. കാത്തിരിക്കാൻ മാത്രമല്ല, ഇനി ജീവനെ കണ്ടെത്തുകൂടി എന്റെ ലക്ഷ്യം. അങ്ങനെ തന്നെ വേണം. ശരി, എന്നാ മോളിയല്ലേ, ബസ് വരുന്നുണ്ടാവും.